വളരെ നാളുകളായി ഇൻഡസ്ട്രിയൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ കമ്പനി അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളൊരു പരസ്യം ഉപഭോക്താക്കൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ കൈവശം തന്നിട്ട് ഇവിടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ കൂടുന്ന വിശ്വാസികളെ അതറിയിക്കണം എന്ന് താല്പര്യം പ്രകടിപ്പിക്കുകയും അതിൻ്റെ മുന്നോടിയായി ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുകയും ചെയ്യുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ലക്ഷോപലക്ഷം ആത്മീക ജീവിതങ്ങളെ വളർത്തിയെടുത്ത വചനം ബ്രാൻഡ് മായമില്ലാത്ത പാലിന് ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ മാർക്കറ്റിൽ വിലയിടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത കമ്പനിക്ക് നേരിട്ട് ബോധ്യമായതിനാൽ സബ് ഏജന്റുമാർ മുഖേന പൊതുജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്ന പരസ്യം അനേക നൂറ്റാണ്ടുകളായി വിശ്വപ്രസിദ്ധി നേടിയ അനേകായിരങ്ങളെ പൊതുസൃഷ്ടിയായി മാറ്റിയതാണ് സ്വർലോകം കമ്പനിയുടെ വചനം എന്ന മായമില്ലാത്ത പാൽ. ആഹാരത്തിലെ പോഷകക്കുറവ് മൂലം വളർച്ചയില്ലാത്ത ആത്മീയ ശിശുക്കൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണെങ്കിലും ഏത് പ്രായക്കാർക്കും അത് ഉപയോഗിക്കാവുന്നതാണ്. ആത്മീക ക്ഷീണം, നിരാശ, വളർച്ചയില്ലായ്മ, പിന്മാറ്റം, അലസത, മാനസിക തകർച്ച എന്നിവയ്ക്ക് അത്യുത്തമമായ ഒരു സമീകൃത ആഹാരമാണിത്. സ്വർലോകം കമ്പനിയുടെ പാൽ കൃത്യമായി ഉപയോഗിച്ചാൽ മേൽപ്പറഞ്ഞ രോഗങ്ങൾ നിശേഷം മാറുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമാധാനം, ക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം എന്നീ 7 വിധ വൈറ്റമിൻസ് ഇതിൽ നിർലോഭം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പാൽ ഉപയോഗിക്കുന്നവർക്ക് കമ്പനി ഒരു പ്രത്യേക മുന്നറിയിപ്പ് നൽകുന്നു. പതിവ് പോലെ ഏത് പാലിലും മായം ചേർക്കുന്ന മിൽക്ക് ബൂത്തുകളിൽ വചനമെന്ന ഈ പാലിൽ മായം കലർത്തി വിൽക്കാൻ ശ്രമിക്കുന്നവർക്കും ഇതിലെ വൈറ്റമിൻസ് ചോർത്തി കളയുന്നവർക്കുമെതിരെ വെളിപ്പാട് 22:18-19 വകുപ്പ് അനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. കൂടാതെ മായം ചേർത്ത് വിൽക്കുന്ന വാണിഭക്കാർ നിങ്ങളെ സമീപിച്ചാൽ 2 യോഹന്നാൻ 1:10 വകുപ്പ് അനുസരിച്ച് അവരെ വീട്ടിൽ കൈക്കൊള്ളുന്നതും അവരോട് കുശലം പറയുന്നതും കമ്പനി കർശനമായി നിരോധിച്ചിരിക്കുന്നു. പാലിൽ മായം കലർത്തുന്നത് തടയുന്നതിനും മായമില്ലാത്ത പാൽ നിങ്ങളുടെ പക്കൽ യഥാവസരം എത്തിക്കുന്നതിനും വിശ്വസ്തന്മാരായ ഉദ്യോഗസ്ഥരെ കമ്പനി നിയമിച്ചിട്ടുണ്ട്. ഇതുവരെ വിതരണം കുറവായിരുന്ന റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ധാരാളമായി ഓർഡർ ലഭിച്ചു വരുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഈ പരസ്യത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ ക്ഷീരകേന്ദ്രങ്ങളിൽ നിന്നും ലോകമന്യേ പാൽ വിതരണം നടക്കുന്നു. ഈ പാലിൽ നിന്ന് 3127 വാഗ്ദാനങ്ങളും 1000-ഓളം പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. പൊതുജനത്തിന് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടി പഴയ നിയമം, പുതിയ നിയമം എന്നീ 2 ഡിവിഷനുകൾ നിലവിലുണ്ട്. പഴയ നിയമ ഡിവിഷനിൽ 39-ഉം പുതിയ നിയമ ഡിവിഷനിൽ 27-ഉം കേന്ദ്രങ്ങളാണ് തുറന്നിട്ടുള്ളത്. ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ദിനംപ്രതി നടക്കുകയും അത് വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ 365 ഭയപ്പെടേണ്ട എന്ന സ്പെഷ്യൽ കൂപ്പൺ കമ്പനി നിങ്ങൾക്ക് നൽകുന്നു. പ്രത്യേക ശ്രദ്ധയ്ക്ക് ബൈബിൾ എന്ന കമ്പനി സീലുള്ള കുപ്പികളിൽ നിന്ന് ലഭിക്കുന്ന പാലിന് മാത്രമേ കമ്പനി ഗ്യാരണ്ടി നൽകിയുള്ളൂ. കമ്പനിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും രാത്രിയും പകലും ഒരുപോലെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. പ്രത്യേക ഒഴിവ് ദിവസം ഉണ്ടായിരിക്കുന്നതല്ല. ഞായറാഴ്ച ദിവസം ലോകമെങ്ങും കൂടുതൽ സപ്ലൈ ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. അന്ന് 66 കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ പല സ്ഥലങ്ങളിലായി പാലിന്റെ വിഭജിച്ച് കൊടുക്കുന്നതാണ്. ആത്മീയതയിൽ കൂടുതൽ തഴക്കവും പഴക്കവും ഉണ്ടെന്ന് അഭിമാനിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരുതരം രോഗമുള്ളവരും ആത്മീയ ശിശുക്കളും ആത്മീയതയിൽ തളർച്ച ബാധിച്ചവരും കുറഞ്ഞത് ദിവസം 3 നേരം തുടർച്ചയായി ഇത് കുടിക്കുന്നത് നന്നായിരിക്കും. ഈ പാൽ കുടിക്കുമ്പോൾ അന്യചിന്ത ഉണ്ടാകാതെ ശ്രമിക്കണം. കുടിക്കുന്ന പാലിൽ വൈറ്റമിൻസ് ഏതാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കി ആവശ്യമുള്ള ക്രമത്തിലും കഴിക്കണം. പാൽ കുടിച്ചതിന് ശേഷം ഓരോ നേരവും പ്രാർത്ഥന എന്ന ഗുളിക കൂടി കഴിക്കുന്നത് നന്നായിരിക്കും. അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് അടങ്ങിയ പാൽ എവിടെ നിന്ന് ലഭിക്കുമെന്ന് സംശയമുള്ളവർ കമ്പനി ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കണ്ട് ആവശ്യമുള്ള വൈറ്റമിൻസ് അടങ്ങിയ പാൽ സൗജന്യമായി വാങ്ങാവുന്നതാണ്. ഇനി ഞങ്ങളുടെ ഈ പാൽ ഉപയോഗിച്ച ചിലരുടെ അനുഭവ സാക്ഷ്യം കൂടി ചൂടെ ചേർക്കുന്നു. ദാവീദ് രാജാവ് തിരുമനസ് കൽപ്പിക്കുന്നു, ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണ്. സങ്കീർത്തനം 19:10. പൗലോസ് ഉപദേശി പറയുന്നു, ഇത് പത്യവചനമാണ്. 2 തിമോത്തിയോസ് 1:13. ഉണർവ് പ്രാസംഗികനായ പത്രോസ് പറയുന്നു, ഇത് ജീവനും നിലനിൽക്കുന്നതുമായ വചനമാണ്. 1 പത്രോസ് 1:23. ഡോക്ടർ ലൂക്കോസ് പറയുന്നു, ഞാൻ ആദ്യം മുതൽ ഇത് പരിശോധിച്ച് നോക്കിയിട്ട് ഇത് നന്നെന്ന് തോന്നിയിരിക്കുന്നു. ലൂക്കോസ് 1:4. സീനിയർ പാസ്റ്ററായ യോഹന്നാൻ പറയുന്നു, ഇത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ്. യോഹന്നാൻ 1:19. പ്രത്യേകമായ നിർദ്ദേശം. ആകയാൽ എല്ലാ ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിക്കും.